അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4 സെന്റ് സ്ഥലത്തെ 2 നില 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം 1500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു ടെറസിട്ട വീട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ മെയിൻ സംസ്ഥാനപാതയാണ്, മെയിൻ റബ്ബറൈസ്ഡ് റൂട്ടാണ് ഫ്രണ്ടിൽ കൂടെ വരുന്നത്. തൊട്ടടുത്ത് ഇവിടെക്കായിട്ട് നിരവധി ബിൽഡിങ്ങുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു ബിൽഡിംഗ് സൈറ്റും കൂടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് വരുന്ന ഉണ്ടോ, നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട്. 4 സെൻറ്റ് ആണെങ്കിൽ കൂടി നമുക്ക് ഭാവിയിൽ നമുക്കത് പൊളിച്ചിട്ട് ബിൽഡിങ് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഷട്ടർ റൂം ഫ്രണ്ടേജ് കിട്ടും. അപ്പോൾ ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്, 2 ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ ഫ്രണ്ടിൽ ചെറിയ ആഴത്തിൽ യഥേഷ്ടം വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ചെറിയ വില അതിന് ചോദിക്കുന്നുള്ളൂ. കാലി സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി. ഏകദേശം 4 സെൻറ്റ് സ്ഥലമുള്ളത്, ആ സ്ഥലത്തിൻ്റെ വില കൊടുത്താൽ മതി. 2 നില വീടുണ്ട്. അപ്പോൾ ഈ വീടിനൊന്നും നമ്മൾ വില ചോദിക്കുന്നേ ഇല്ല. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഇതിന് എത്രയാണ് വില ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ, അതെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. ആദ്യം വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത്. എന്നിട്ട് നല്ല വൃത്തിയുള്ളൊരു വീട് കേട്ടോ. അതായത് നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് മാസത്തിൽ വാടകയ്ക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം കിട്ടും. മന്ത്ലി അങ്ങനെ സിറ്റ് ഔട്ട് നേരെ ഫ്രണ്ടേജ് വരുന്നതുണ്ടോ, വാഹനങ്ങൾ പോകുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല തിരക്ക് പിടിച്ചിട്ടുള്ള മെയിൻ സംസ്ഥാന പാത കേട്ടോ, സ്റ്റേറ്റ് റോഡാണ് നേരെ ഫ്രണ്ടിൽ വരുന്നത്. നല്ല രീതിയിലുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ജനൽപ്പൊളികളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് ഹാളിൽ തന്നെ. വീടിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിലുള്ള 2x2 സൈസിലുള്ള നല്ല സെറാമിക് ടൈലാണ് വീട് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിൻഡോസൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കണ്ടോ, നല്ല ആർച്ച് ഡിസൈനിൽ നല്ല മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഇതിൻ്റെ വീടിൻ്റെ ഡിസൈൻ തന്നെ എങ്ങനെയാണ്, ഒരു കർവ് ഡിസൈനാണ് ഈ ഭാഗം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ഒരു പെഡസ്റ്റൽ ടൈപ്പ് ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കിച്ചണിക്കുള്ള ഡോറാണ്. ഇതുണ്ടോ, ഡോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു ആർച്ച് ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഹാളിൽ നിന്ന് സ്റ്റെയർ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റെയറാണ്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഫുള്ള് നല്ല സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ബ്ലാക്ക് ടൈല്, നല്ല ബോർഡറും കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട്, അടിഭാഗത്തൊരു ബെഡ്റൂം. ടോട്ടലി 3 ബെഡ്റൂം വരുന്നുണ്ട്, 2 ബാത്റൂം വരുന്നുണ്ട്. ഇത് അടിഭാഗത്തെ കോമൺ ബാത്റൂമാണിത്. നല്ല ബിസാസ ഡിസൈനിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു വാഷ് ബേസിനും ആ ഒരു ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം. റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസ് ഉണ്ട്. 10x10 സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ്. അടിഭാഗത്തെ ഒരു ബെഡ്റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ. ഇനി ഒരു കൂട്ട് പെയിൻറ്റും കൂടെ കൊടുത്താൽ മതി. പെയിൻ്റ് അടിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. ഇപ്പം നിലവിൽ താമസക്കാരില്ല, വാടകക്കാരുണ്ടായിരുന്നു, അവരെ ഒഴിപ്പിച്ചതാണ്. ഇനി നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞല്ലോ, മാസം വാടകക്കാർക്ക് വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും വാടകയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല വരുമാനം കിട്ടും കേട്ടോ. മന്ത്ലി നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിലെ മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം മെയിൻ സ്ലാബ് കൊടുത്തിട്ടുള്ളത് സ്ലോപ്പും കുറച്ച് ഭാഗം സ്ലോപ്പായിട്ടും കുറച്ച് ഭാഗം ഫ്ലാറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല എൽ ഷേപ്പിലെ കിച്ചൺ റാക്ക് ഉണ്ട്. ഇവിടെ കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട്, സിങ്ക് ഉണ്ട്, അടിഭാഗത്തൊക്കെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചൺ സ്ലാബിൽ കൗണ്ടർ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പുകയില്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ചിമ്മിനി രൂപത്തിൽ ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. സെയിം രീതിയിലുള്ള ടൈൽ തന്നെയാണ് അടിഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. കിച്ചൻ്റെ ഡോറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വുഡ് വെച്ചിട്ട് പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഇവിടെ വർക്ക് ഏരിയക്ക് ഒരു ഷീറ്റൊക്കെ ഇട്ട് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, ചുറ്റും കോമ്പൗണ്ട് വാളാണ്. അതുപോലെ തന്നെ പിൻഭാഗത്തേക്ക് അവിടേക്ക് അങ്ങനെ പാടട്ടോ, കവുങ്ങിന് തോട്ടാണ്. ഇവിടെ ഒരു അലക്കുകല്ലുണ്ട്. ഈ റൗണ്ട് കാണുന്ന ഇവിടെ ഒരു തെങ്ങായിരുന്നു. അപ്പോൾ ആ തെങ്ങ് മുറിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾക്ക് ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഭാഗത്തൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് 2 ബെഡ്റൂമാണുള്ളത്. ഫസ്റ്റ് കയറി വരുമ്പോൾ ഇവിടെ ചെറിയൊരു പാസേജ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ അടിയിൽ അതേ സെയിം രീതിയിൽ തന്നെ മുകൾ ഭാഗത്തും ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. സെയിം രീതിയിലുള്ള ടൈൽ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. യൂറോപ്യൻ ക്ലോസറ്റ് ഉണ്ട്, ഒരു വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഈ ഒരു പാസേജിൽ നേരെ വരുന്നത്
2 ബെഡ്റൂം. നേരെ വരുന്നത് ഇവിടെ ഒരു ബാൽക്കണിയാണ്. നല്ല വ്യൂ ആട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ. നേരെ ഫ്രണ്ടിൽ വലിയ വീടുകളുണ്ട്, അപ്പുറത്ത് ടൈലിൻ്റെ ഗോഡൗണുണ്ട്, ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ, അപ്പുറത്ത് ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഫ്രണ്ടിൽ മെയിൻ സംസ്ഥാന പാതയാണ്. ഇവിടെ നല്ലൊരു റൗണ്ട് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടോ. നമ്മളെ സ്ഥലം ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ആ ടേബിൾ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഏരിയ ഉണ്ട് ആ ഒരു ഭാഗം. ഇനി ഇതാണ് മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂം വരുന്നത്. റൂമുകളൊക്കെ ആവറേജ് എല്ലാം ഏകദേശം 10 സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള അൽമാരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ സെപ്പറേറ്റ് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ആ ഡോറാണത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ളൊരു വീടാണ്. നല്ലൊരു നീറ്റായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. ചുമരിലൊക്കെ നല്ല രീതിയിലുള്ള അലമാര കൊടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ വിൻഡോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ. സെയിം അടിഭാഗത്ത് ഒട്ടിച്ചിട്ടുള്ള അതേ രീതിയിലുള്ള ടൈൽ തന്നെയാണ് മുകളിൽ ഒട്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ബാൽക്കണി സിറ്റ് ഔട്ട് ഉണ്ട്. നല്ല ചാരുപടിയൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട്. അപ്പോൾ റൂമുകളൊക്കെ ആയാലും സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. വിലയോ ചെറിയ വില ചോദിക്കുന്നുള്ളൂ. കാലി സ്ഥലത്തിൻ്റെ വില ഏകദേശം ഇവർ ചോദിക്കുന്നേ ഉള്ളൂ. നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ളൊരു വീട്. 4 സെൻറ്റ് സ്ഥലത്തെ 2 നില 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം 1500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ടെറസിട്ട നല്ലൊരു ഭംഗിയുള്ള വീട്, നല്ല വൃത്തിയുള്ള നല്ലൊരു വീട്. മെയിൻ സംസ്ഥാന പാത ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് ഇതൊരു ബിൽഡിംഗ് സൈറ്റും കൂടിയാണ്. ഇപ്പം നിലവിൽ നല്ലൊരു വീടുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു അസറ്റ് എന്നുള്ള രീതിയിൽ അത് വാങ്ങിച്ചിട്ട് മാസം വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി വാടകക്കാരുണ്ട്, വാടക കൊടുത്തു കഴിഞ്ഞാൽ മാസം നല്ലൊരു വരുമാനം അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി അതല്ല, നമ്മൾക്ക് തന്നെ താമസിക്കുകയാണെങ്കിൽ മെയിൻ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നല്ലൊരു പ്രോപ്പർട്ടി, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീടുമുണ്ട്. ഇനി ആർക്കെങ്കിലും ഈ വീട് പൊളിച്ചിട്ട് ഭാവിയിൽ നമുക്ക് പൊളിച്ചിട്ട് അത് ബിൽഡിംഗ് കയറ്റണം എന്നുണ്ടെങ്കിൽ അതിനും പറ്റും. ബിൽഡിംഗ് സൈറ്റും കൂടിയാണത്. ഇനി അതല്ല, ഇപ്പോൾ തന്നെ നമ്മൾ അതിന് പൊളിച്ചിട്ട് വീട് പൊളിച്ചിട്ട് നമ്മൾക്കത് ബിൽഡിംഗ് കയറ്റണം എങ്കിൽ നമ്മൾക്ക് അതിന് ബിൽഡിംഗ് പെർമിഷൻ എടുത്ത് തരാനും ഇതിൻ്റെ പാർട്ടി തയ്യാറാണ്, ഓണർ തയ്യാറാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പാണ്ടിക്കാട് റോട്ടിൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ചോലക്കൽ കഴിഞ്ഞിട്ട് അത്താണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. 4 സെൻറ്റ് സ്ഥലം, നല്ലൊരു ആലുവ കഷ്ണം പോലത്തെ നിരപ്പായിട്ടുള്ള അത്യാവശ്യം നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി. ഉദ്ദേശിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. അതായത് കാലി സ്ഥലത്തിന് അവിടെ ആവറേജ് 10 ലക്ഷം 12 ലക്ഷമൊക്കെ ആവറേജ് മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ വീടിനൊന്നും വില കാണുന്നില്ല, കാലി സ്ഥലത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വാങ്ങുന്നവർക്ക് ലാഭമാണ്. 45 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന വില. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. സ്വാഭാവികമായിട്ട് ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇപ്പോൾ റോഡ് വീതി കൂടുമ്പോൾ അതിൽ നിന്ന് സ്ഥലങ്ങൾ പോകില്ലേ എന്നൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി അവിടെ സർവേ നടന്നിട്ടുണ്ട്. ഇപ്പോൾ റോഡ് അവിടെ വീതി കൂടി വരുന്നു. വീതി കൂട്ടാൻ സർവേ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് അവിടെ റോഡ് വീതി കൂടുന്നതിൽ ഇതിൻ്റെ സ്ഥലങ്ങൾ പോകുന്നില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, ആ ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിലാണ് അവിടെ ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് അപ്പുറത്തൊക്കെ സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗത്ത് ചെറിയ കഷ്ണങ്ങളാണ്. 4 സെൻറ്റ് 6 സെൻറ്റ് 8 സെൻറ്റ് അതിലൊക്കെ ബിൽഡിങ് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് അവർ സർവേ നടത്തിയിട്ട് കുറ്റി അടിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ഥലങ്ങളൊന്നും പോകുന്നേ ഇല്ല. അപ്പോൾ 4 സെൻറ്റ് സ്ഥലം, നിങ്ങൾ ഈ കണ്ട വീട്, ഉദ്ദേശിക്കുന്ന വില 45 ലക്ഷം രൂപ. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബായ്.